ഹായ് ഹലോ 12th ഇന്നിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. പെട്ടെന്നുള്ള ഒരു ബൂസ്റ്റ് മാച്ച് ടോക്കാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ മാച്ചിന് ശേഷമുള്ളത്. സോ ഈ ഒരു മാച്ചിൽ സെക്കൻഡ് ഹാഫിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബട്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ആദ്യം പറയാം. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ നോവ സദോയ് നമുക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ലൂണയുടെ ഒരു പെട ഷോട്ട്, ഒരു കിടുക്കാച്ചി ഷോട്ട് ജസ്റ്റ് മിസ് അല്ലെങ്കിൽ ഗോൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു ആബ്സല്യൂട്ട് പഴയ ലൂണ, അതായത് നമ്മളൊക്കെ പണ്ട് കണ്ടിരുന്ന ലൂണാക്കി പെട്ടെന്ന് തിരിച്ചു വന്ന പോലെ തോന്നി ആ ഒരു ഷോട്ട്. പോരാത്തതിന് ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചേക്കണ ആ ഒരു മൈക്കിൽ നിന്ന് വന്ന ഒരു ശബ്ദം, അത് നല്ല രീതിയിൽ ഇങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഒരു ഷോട്ടാണ്. ആ ഒരു ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് സെക്കൻഡ് ഹാഫിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ കളി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ മിലോസിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി 58-ാം മിനിറ്റിൽ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തോടെ അതിന് യെല്ലോ കാർഡ് കിട്ടി. മിലോസ് അങ്ങനെ പുറത്തായി. പിന്നെ ഒരു ലിയോൺ അഗസ്റ്റിനെ ഫൗള് ചെയ്ത പേരിൽ അതിൻ്റെ പിന്നാലെ തന്നെ ഐബൻ ഡോയിനും പുറത്തായി. അങ്ങനെ 9 പേരെ വെച്ചിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. സ്കോർ 1-0. പിന്നെ നടന്നത് ഒരു പൊരുതി ജയിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് അത്രയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിരുന്നു അതിന് ശേഷം നടന്നതെല്ലാം. പ്യുവർ, അതായത് 4-2-3-1 ഫോർമേഷനിൽ കളിച്ചിരുന്ന ടീം ഫുൾ ഓൺ 9, അതായത് ഉള്ള 9 പേരും ഡിഫൻസിലേക്ക് തന്നെ ഇറങ്ങിയിട്ടായിരുന്നു കളിക്കണ്ടായിരുന്നു. 9 ഡിഫൻസ് എന്നൊക്കെ നമുക്ക് വെച്ചാൽ പറയാം. ആ ഒരു രീതിയിലായിരുന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടെ തന്നെ മിലോസ്, ഐബൻ, പിന്നെ നമ്മുടെ ഡാനിഷ് ഫറൂഖ് ഒന്നും അടുത്ത മാച്ചിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു കൺഫേം ആയ ഒരു കാര്യം ഇന്ന് തന്നെ നമുക്ക് പറയാം. എനിക്ക് ആകെ ഒരു പേടി, കളി കാണുമ്പോൾ പേടി ഉണ്ടായിരുന്നത്, ഒന്നാമത്തെ കാര്യം സെക്കൻഡ് ഹാഫ് ഫുള്ള് ശ്വാസം മുട്ടിയിട്ട് ആ ഒരു 60-ാമത്തെ മിനിറ്റിന് ശേഷം 65-ാമത്തെ മിനിറ്റിന് ശേഷം കളി കണ്ട് ഫുള്ള് ശ്വാസം മുട്ടി ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ ലൂണ നവോച്ചയാണ് ആ ഒരു വിങ് അങ്ങനെ പിടിച്ച് കെട്ടിയോണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു പരിധിവരെ ജയിച്ചത്. ഞാൻ പറഞ്ഞ പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂണയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത മാച്ച് സസ്പെൻഷൻ ആവും. പോരാത്തതിന് മിലോസൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആ ഒരു ടഫ് സിറ്റുവേഷൻ വരേണ്ടതായിരുന്നു. പക്ഷേ ലൂണയ്ക്ക് യെല്ലോ കാർഡ് കിട്ടാത്തത് കൊണ്ട് ലൂണ അടുത്ത മാച്ചിലുണ്ടാവും ഒഡീഷയ്ക്കെതിരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ബിലോ നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് ഷെയർ ചെയ്യേണ്ടത്, പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടാവുള്ളൂ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.